ഇവിടെ നമുക്ക് ഫാസ്റ്റ് ഫുഡാണോ പരമ്പരാഗത ഫുഡാണോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ആരോഗ്യത്തിന് ഗുണകരമായ ഭക്ഷണം കൊടുക്കണം. നമ്മുടെ FSSAI നിയമം തന്നെ 2011 കേരളത്തിൽ നടപ്പിലാക്കിയപ്പോൾ നമ്മൾ വിഭാവനം ചെയ്ത് 2006 പാർലമെൻറ്റ് പാസ്സാക്കി വിഭാവനം ചെയ്ത് ആരോഗ്യമുള്ളൊരു ജനതയെ വാർത്തെടുക്കാനാണ്. ആരോഗ്യമുള്ളൊരു ജനതയെ വാർത്തെടുക്കണം ഈ സയൻസിൻ്റെ പിൻബലത്തോടു കൂടി എന്താണ് നല്ല ഭക്ഷണം എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. അതല്ലാതെ ഫാസ്റ്റ് ഫുഡ് മോശമാണ്. ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് 60 വയസ്സായി, ഞാൻ കഴിച്ചു വരുന്നത് ചോറാണ് ഏറ്റവും കൂടുതൽ കഴിച്ചു വന്നത്. അന്ന് തൊട്ട് പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പറയുന്നത് എന്താ, ചോറ് കൂടുതൽ കഴിക്കരുത്. അപ്പോൾ എങ്ങനെ പരമ്പരാഗത ഭക്ഷണം നല്ല ഭക്ഷണമാണ്? അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ഫുഡ് ആയിക്കൊള്ളട്ടെ പരമ്പരാഗത ഭക്ഷണമായിക്കോട്ടെ അതിൽ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാനുള്ള ഏത് ഭക്ഷണ രീതിയാണോ അതിന് വേണം നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ. FSSAI നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ FSSAI നിയമത്തിൽ ശുചിത്വത്തിന് അമിത പ്രാധാന്യം കൊടുക്കുകയും നല്ല ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്തു. നല്ല ഭക്ഷണം എന്താണ്? നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് ഗുണകരമായ ഭക്ഷണം. ഈ ആരോഗ്യത്തിന് ഗുണകരം എന്നുള്ളത് നമ്മളൊരു ഫാസ്റ്റ് ഫുഡിനെ മൊത്തം തള്ളിക്കളഞ്ഞുകൊണ്ട് പരമ്പരാഗത ഭക്ഷണമൊക്കെ നല്ലതാണെന്ന് പറയുന്നതോട് യോജിക്കാൻ പറ്റില്ല. വെജിറ്റേറിയൻ ഫുഡൊക്കെ നല്ലതാണ്, നോൺ വെജിറ്റേറിയൻ ഫുഡൊക്കെ മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഡോക്ടർമാർ തന്നെ പറഞ്ഞു ചിക്കൻ കഴിക്കണം. ഒരു മനുഷ്യനെന്ന് പറയുന്ന അവൻ സസ്യാഹാരിയല്ല, അവന് മാംസാഹാരം കഴിക്കണം, എന്നാലേ പ്രോട്ടീൻ ആവശ്യത്തിന് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ഭക്ഷണം അത് ആരാണത് പഠിക്കേണ്ടത്? നല്ല ഇവിടെ IMA പോലുള്ള സംഘടനകളുണ്ട്, ഡോക്ടർമാരടക്കമുള്ളവരുണ്ട്, ന്യൂട്രീഷ്യന്മാരുണ്ട്. ഇവരൊക്കെ പഠനം നടത്തിയിട്ട് അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭക്ഷണ സംസ്കാരം ഉണ്ടാക്കണം. ഞങ്ങൾ ഗവൺമെൻറ് എഴുതിയിരുന്നു നമുക്കൊരു ഭക്ഷണ സംസ്കാരം ഉണ്ടാക്കണം. KHR എഴുതിയിരുന്നതാണ്. നിങ്ങൾ ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവരണം. എന്താണ് നല്ല ഭക്ഷണം? അതല്ലാതെ ന്യൂ ജനറേഷൻ ഫുഡൊക്കെ മോശമാണ്, പരമ്പരാഗത ഭക്ഷണമൊക്കെ നല്ലതാണ്, അത് തെറ്റായ നിർവചനമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.